Good morning. Good morning, my dear butterflies. Can you hear me? Yes. Good morning, Miss. Good morning to all. How are you, Miss? I'm Good fine. morning, friends. How are you, friends? Miss. So, Good morning, Miss. ഒരാള് Good morning, Miss. Good morning. Good morning, Miss. Very good morning. I'm fine today. Okay, mark your attendance. Mark your attendance. Mark your attendance. Good morning, Miss. Okay, എന്തോ? Good morning, Miss. Good morning. മക്കളെ ആരും അറ്റൻഡൻസ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് ചെയ്തോളൂ. 12 പേരെ പറഞ്ഞോളൂ. ഓക്കെ. മൂന്ന് പേരുണ്ട് അല്ലേ? UKG ക്ലാസ്സിൽ 33 സ്റ്റുഡൻസ് ഉണ്ട്. അതില് 14 പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. കുറച്ച് സമയം വന്ന് അവര് ചെയ്യാം. ഓക്കെ. കുറയും. 10 പേരിട്ടുള്ളൂ. 15 ആയിട്ടുണ്ട്. ഞാൻ അറിയാൻ അഡ്മിഷൻ ചെയ്യാണോ? ഓക്കെ. ആയിട്ടുണ്ട്. ഇതെന്താ എല്ലാരും ഇത്ര ലേറ്റ് ആവുന്നേ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? 10:48 ആയല്ലോ. അറിയാൻ ചായ കുടിച്ചില്ലായിരുന്നോ? എന്താ എനർജി ഇല്ലാത്ത എന്താ? ആ വീടാണല്ലോ. Okay, clap your all of you. Clap your hands. 1, 2, 3. 1, 2, 3. Riyan, clap your hands. Okay. Stop. Enough. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാറുണ്ടോ വീട്ടിൽ നിന്ന്? ഈ ചെയ്യാറുണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മിസ് പഠിപ്പിച്ചോ? ബസ് വരുന്നുണ്ടോ? ആരാ കണ്ടേ? അല്ലേ? ഓക്കെ. മിസ്സേ പേജ് നമ്പർ എത്രയാ മിസ്സേ? പേജ് നമ്പർ 67. Okay, let's start.
19 സ്റ്റുഡൻസ് ഓൺ ടൈമിൽ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Okay, hello children, this is our maths class. Today we will study about what comes after, before and between. Page number 67. Comes after, before and between. Okay. Children, tell me what you mean by after number. അടുത്തത് പേജ് നമ്പർ എന്തോ പേജ് നമ്പർ പറഞ്ഞു തരാം കേട്ടോ. Okay. When we count forward from the given number, we catch after number. For example, listen here. എന്താണ് ആഫ്റ്റർ നമ്പർ എന്നാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. ആഫ്റ്റർ, ബിഫോർ ആൻഡ് ബിറ്റ്വീൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആഫ്റ്റർ നമ്പർ എന്താണെന്ന് മിസ് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കില്ലേ? ഫസ്റ്റ് നമ്മൾക്ക് 1 മുതൽ 10 വരെ എഴുതാം. 1 2 3 4 5 6 7 8 9 10. Okay. Okay. Listen here. Arrow markane. Okay. When we count from 1 to 10, it is an after number. ഇതാണ് എന്ത്? ആഫ്റ്റർ നമ്പർ. Okay. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ, പേജ് നമ്പർ 67. കണ്ടോ? അവിടെ ജംബുവിനെയും ബണ്ണിനെയും കണ്ടോ നിങ്ങളെ? ഒരു റാബിറ്റ് ഉണ്ട്, ഒരു എലിഫന്റ് ഉണ്ട് അവിടെ. കണ്ടോ മക്കളെ? ജംബു എന്താ പറയുന്നേ? ജംബു എവിടെയാ ഉള്ളത്? ഫ്രണ്ടിലാണോ ഉള്ളത്, ബാക്കിലാണോ ഉള്ളത്? സഹൽ പേജ് നമ്പർ 67 കണ്ടോ? കണ്ടു. അവിടെ ജംബുവിനെയും ബണ്ണിനെയും കണ്ടോ? കണ്ടു. ഓക്കെ. ജംബു എവിടെയാ ഉള്ളത്? ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ഫ്രണ്ടിലുണ്ട്. ബണ്ണിയോ? ബാക്കില്. ഓക്കെ. അപ്പോ
ജംബു പറയുന്നത് ഐ ആം ബിഫോർ ജംബു. ഐ ആം ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപിലുള്ളത്, മുന്നേ, ബിഫോർ. ഓക്കെ, ബിഫോർ. ജംബു എവിടെയുള്ളത്? മുന്നേ ആണുള്ളത് അല്ലേ? ഓക്കെ, അപ്പോ ബണ്ണി പറയുന്നത് ഐ ആം ആഫ്റ്റർ ബണ്ണി. എന്താ? എന്താ? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഓക്കെ, ബേക്കിലാണുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ മിസ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആഫ്റ്റർ നമ്പർ. ഇതുപോലെ ഈ ആരോ മാർക്ക് ഇട്ടതുപോലെ വരുന്നതാണ് എന്ത്? ആഫ്റ്റർ നമ്പർ. ഓക്കെ, ഇത് പറഞ്ഞു തരാം. മിസ് ഈ ഡോട്ട് ഇട്ട നമ്പർ ഏതാ മക്കളെ? ത്രീ. What comes after 3? 3ക്ക് ശേഷമുള്ള നമ്പർ ഏതാ? ഏതാ? What comes after 3? ഏതായിരിക്കും? ആരെങ്കിലും ഒരാളെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. കെൽവിൻ. മിസ് എങ്ങോട്ടാ ആരോ മാർക്ക് ഇട്ടത്? അത് ശ്രദ്ധിക്കണേ. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ബിഫോർ ആണ്, സോറി ആഫ്റ്റർ ആണ്. ആഫ്റ്റർ. ഡെൽവിൻ, മിസ് ഇവിടെ ഡോട്ട് സർക്കിൾ ചെയ്ത നമ്പർ കാണുന്നുണ്ടോ? ഏതാ സർക്കിൾ ചെയ്തത്? 3 ആണ് അല്ലേ? മിസ് ചോദിക്കുന്നത് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ശേഷാണ് അല്ലേ? ആഫ്റ്റർ മീൻസ് ശേഷം, ബിഫോർ മുൻപേ വരുന്നത്. ഓക്കെ, വാട്ട് കം ആഫ്റ്റർ 3? വാട്ട് കംസ് ആഫ്റ്റർ 3? 3ക്ക് ശേഷം വരുന്ന നമ്പർ ഏതാ മക്കളെ? ഡെൽവിൻ. Tell me. Tell loudly. ചെക്കാണല്ലോ. What comes after 3? Itasha. 3. What comes after 3? 3ക്ക് ശേഷം വരുന്ന നമ്പർ ഏതാ? 4. Yeah. 4. After number 3 is number 4. After number 3 is number 4. മിസ് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കാണുന്നില്ലേ? നമ്മൾ ആഫ്റ്റർ വരുന്നത് അതുപോലെ പറയുന്നത്. മിസ് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, what comes after 3? ഈ ആരോ മാർക്ക് നോക്കിയേ. what comes after 3? 3ക്ക് ശേഷം വരുന്ന നമ്പർ ഏതാ മക്കളെ? ആൻസർ ഏതാ? 4. എന്താ? 4. ഒന്നുകൂടെ പറഞ്ഞുതരാം മിസ്. മൊത്തം 1 2 3 4 5 6 7 8 9
10. Now children, tell me what comes after 6? What comes after 6? 6 കണ്ടോ നിങ്ങളെ? 6 കണ്ടോ? ഇതാണ് 6. What comes after 6? 6 ന് ശേഷം വരുന്ന നമ്പർ ഏതാണ് നിതാഷ? 7. വെരി ഗുഡ്. മനസ്സിലാവുന്നുണ്ടോ എന്റെ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ മക്കളെ? ജസ്റ്റ് തമ്പ് എഴുതുന്ന അൻവിത, ക്ലിയർ ആണോ? നുഹാദ്മിൻ, അഹല്യ, ആദിഷ്, ക്ലിയർ ആണോ മിസ്? ഓക്കെ. അപ്പോ വാട്ട് കംസ് ആഫ്റ്റർ 6 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം നമ്പർ? ആൻസർ ഏത് എഴുതണം? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശേഷം വരുന്നത്. വാട്ട് കംസ് ആഫ്റ്റർ 6 ഈക്വൽ സമം ഏത് വരും? ആൻസർ 7. അതിന് ശേഷം വരുന്ന നമ്പർ 7 ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞു തരാം. നെക്സ്റ്റ്, വാട്ട് കംസ് ആഫ്റ്റർ 9? ആൻസർ പറയേണ്ടത് ഞാൻ വിളിക്കാം ഒരാളാ. വാട്ട് കംസ് ആഫ്റ്റർ 9? ആൻസർ പറയേണ്ടത് പ്രിയാൻ. Tell me what comes after 9? 10. Yeah, very good. Okay. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ ആഫ്റ്റർ നമ്പർ പഠിച്ചല്ലോ നിങ്ങളെ? മിസ് ഇട്ട സിമ്പൽ പോലെയാണ് വരുന്നത്. മിസ് ആരോ മാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടോ? അതുപോലെ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. ഓക്കെ, നെക്സ്റ്റ് ബിഫോർ നമ്പർ. നെക്സ്റ്റ് ആഫ്റ്റർ നമ്പർ ക്ലിയർ ആയില്ലോ? കൂടുതൽ എക്സാമ്പിൾ വേണം? 1-2 ചെയ്ത് നോക്കാം ഞാൻ. ഓക്കെ, വാട്ട് കംസ് ആഫ്റ്റർ 2? What comes after 2? What comes after 2? ആദിശ്രീ അവിടുത്തെ കളിക്കാനല്ലേ? Come after 2. What comes after 2? Answer എന്താ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല പറഞ്ഞു. What comes after 2? 2 ന് ശേഷം വരുന്ന നമ്പർ ഏതാണെന്ന് മിസ് ചോദിച്ചത്. 2 comes 2 after 3. Very good. Next, Vidyut Ram. What comes after 4? What comes after 4? Okay. Vaiga. What comes after 4? what comes after 4? 5. Very good. Okay. അപ്പൊ മതിയാകും അല്ലേ? നെക്സ്റ്റ്
ബിഫോർ നമ്പർ. ബിഫോർ നമ്പർ, ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ വരുന്ന നമ്പർ. ഓക്കെ, നമ്മളിപ്പോ ആഫ്റ്റർ ആണ് പഠിച്ചത് അല്ലേ? ആഫ്റ്റർ തെറോ ആയില്ലേ എല്ലാവർക്കും? എനി ഡൗട്ട്? മക്കളെ ഉണ്ടോ? കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് നോക്കണോ? മിസ് വർക്ക് ചെയ്ത് തരാം, വർക്ക് തരാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, when we count backward from the given number we catch before number. Okay, for example, listen here, symbol എടുത്ത് ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8 9 10. Okay, ഇതാണ് ബിഫോർ നമ്പർ. ഈ ആരോ കീ മിസ് വരച്ചതുപോലെയാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഓക്കെ, ആദ്യത്തെ നമ്മൾ ആഫ്റ്റർ നമ്പർ എങ്ങോട്ടാ വരച്ചത്? ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, that means backward counting 1 2 3 4 5 6 7 8 9 10. Okay, but what comes before 10? What comes before 10? 10 കണ്ടോ എൻ്റെ മക്കളെ? What comes before 10? After അല്ല, before ആണ് ചോദിക്കുന്നത്. ഏതാ? ഇവിടെ നേരത്തെ ആഫ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പഠിക്കുന്നത് ഏതാ? ബിഫോർ. Before. Okay, ബിഫോർ നമ്പർ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ആഫ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ബിഫോറിന്റെ സിമ്പിൾ മിസ് എങ്ങോട്ടായിട്ടെന്ന് ശ്രദ്ധിക്കണം. മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് കംസ് ബിഫോർ 10? 10ന് മുന്നേ വരുന്ന സംഖ്യ ഏതാണെന്നാ ചോദിക്കുന്നത്. ആഫ്റ്റർ അല്ല, ബിഫോർ ആണ്. ഏതാണ് മക്കളെ? മിസ് ഇതിന്റെ ആൻസർ പറഞ്ഞുതരാം. 9. We get number 9. നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? What comes before 10? 10ന് മുന്നേ വരുന്ന നമ്പർ ഏതാ മക്കളെ? 9 അല്ലേ? അല്ലേ? ക്ലിയർ? 9 ആണ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ ബിഫോർ ആഫ്റ്റർ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ മിസ് ചോദിച്ചത് വാട്ട് കംസ് ബിഫോർ 10? 10ന് മുന്നേ വരുന്ന സംഖ്യ ഏതാണ്? 10ന്റെ തൊട്ട് മുന്നേ വരുന്ന സംഖ്യ ഏതാണ്? ഏതാണ് കുട്ടികളെ? 9. നെക്സ്റ്റ്, what comes before 5? What comes before 5? ആരാ ആൻസർ പറയുന്നേ? ആർക്കൊക്കെ അറിയാം? ആൻസർ കിട്ടിയവർ കൈ പൊന്നിച്ചേ. ഓക്കെ, അൻവിതക്ക് അറിയാം, വൈദക്ക് അറിയാം. What comes before 5? What comes before 5? After അല്ല. ആയിഷ അമാന. Who is talking there? Okay, എത്ര പേർക്ക്? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. എത്ര പേർക്ക് കിട്ടാൻ ബാക്കിയുണ്ട് ആൻസർ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. What comes before
5. What comes before? After അല്ല മിസ് പറയുന്നത് before ആണ്. What comes before 5? കിട്ടാത്തവരുണ്ടോ? ഉമർ ജാഫറിന് കിട്ടിയില്ലേ? അറിയാത്തവരാരെയുണ്ടെന്ന് നോക്കട്ടെ മിസ്. എയ്ഡൻ ജെ മാത്യു കിട്ടിയ മോനെ? ഓക്കെ, ആൻസർ പറയില്ലേ? ആൻസർ പറയരുത്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ? ഇല്ല. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ആൻസർ മനസ്സിലാക്കിയിട്ട് ബിഫോറെ വാട്ട് കംസ് ബിഫോർ 5 എന്നാണ് മിസ് ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ ഏതായിരിക്കും? നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What comes before 7? What comes before 7? Answer കിട്ടിയോ? ആൻസർ കിട്ടിയോ? അൻവിത ശ്രദ്ധിക്കുന്നില്ല, ബട്ടൺസ് കൊണ്ട് കളിക്കാണ് അൻവിത. What comes before 7? ആൻസർ കിട്ടിയോ? ഏതാ? What comes before 7? മിസ് ചോദിച്ചത് ഇതാണ് 7. What comes before 7? 7ന് മുന്നേ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണെന്നാ ചോദിച്ചത്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഏതായിരിക്കും? റെഡിൽ വരക്കാം. നമ്പർ 6. ഓക്കെ, നമ്പർ 6. ക്ലിയർ? ഇനി എക്സാമ്പിൾ വേണോ? ഒന്നുകൂടെ പറഞ്ഞു. Okay. What comes before 2? What comes before 2? What comes before 2? ഡയറക്റ്റ് ശ്രദ്ധിക്കണം എന്റെ മക്കളെ. എന്നിട്ട് ആൻസർ പറയാം. 2 കണ്ടോ നിങ്ങള്? 2ന്റെ ബിഫോർ ഏത് നമ്പർ ആണെന്ന് നോക്കിയേ. Understand? മനസ്സിലായോ? What comes before 2? ആൻസർ കിട്ടിയോ മക്കൾക്ക്? കിട്ടി. ഏതായിരിക്കും? ആക്ഷൻ കാണിച്ചേ. തമ്പ് നിങ്ങളുടെ ഫിംഗർ വെച്ച് കാണിച്ചു തന്നെ. എത്ര ആൻസർ കിട്ടിയത്? യാ, 1. What comes before 2? ആൻസർ എത്ര കിട്ടും? ഉമർ ഉറങ്ങാണോ? 1 കിട്ടും. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മിസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് മേശൻ മിസ് ആയിരുന്നല്ലോ പഠിപ്പിച്ചത് അല്ലേ? അപ്പോ മിസ് ആദ്യമായിട്ടല്ലേ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ വൈഗ? Yes. ഓക്കെ, അബാ ഫാത്തിമ മെഹറിൻ. Yes, miss. മനസ്സിലാവുന്നുണ്ടോ? ആദിയ, വിദ്യുതിനെ നേരത്തെ മിസ് വിളിക്കുന്നേട്ടാ, കണക്ട് ആവുന്നില്ല. Miss. അപ്പൊ ആഫ്റ്ററും ബിഫോറും ക്ലിയർ ആയോ മോനെ? ഓക്കെ ആണ്. നെക്സ്റ്റ് between numbers. Next one, between numbers. നമ്മൾ ഇന്ന് 3 കാര്യമാണ് പഠിക്കുന്നത്. ആഫ്റ്റർ, ബിഫോർ ആൻഡ് between. ആഫ്റ്റർ
After, before and between. Between just miss ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ടൈം ഇനി 10 മിനിറ്റേ ഉള്ളൂ. മിസ് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, 1 മുതൽ 10 വരെ എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Between, okay. Between, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്പർ മിസ് ആയിട്ടുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, എന്താ ബിറ്റ്വീൻ നമ്പർ എന്നുള്ളത് മിസ് പറഞ്ഞു തരാം. Between numbers are those numbers which lie in the middle of two numbers. എന്താ, രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്നതാണ് between number. Okay, children, tell me which number comes between 5 and 7. 5 കണ്ടോ നിങ്ങളെ? Listen here. ഇവിടെ നിങ്ങൾ 5 കണ്ടോ മക്കളെ? കണ്ടോ? ഓക്കെ, ഏതാ 5? മിസ് എഴുതിയില്ലേ 5 കണ്ടോ നിങ്ങളെ? മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, which number comes between 5 and 7? 5ന്റെയും 7ന്റെയും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണെന്നാണ് മിസ് ചോദിക്കുന്നത്. Which number comes between 5 and 7? ഏതാ between number? ഏതാ റിയാൻ? ഫൈൽ എന്താ? ഇവിടെ ശ്രദ്ധിക്കുക, 1 to 10 വരെ നമ്പർ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് കംസ് ബിറ്റ്വീൻ 5 and 7? 5ന്റെയും 7ന്റെയും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ് മക്കളെ? ഏതാണ്? നമ്പർ 6. ഇതാണ് ആൻസർ. 5ന്റെയും 7ന്റെയും ഇടയിൽ വരുന്ന ബിറ്റ്വീൻ നമ്പർ ഏതാണ്? 6. ഓക്കെ, യെസ്, നമ്പർ 6 between 5 and 7. Now tell me which number comes in the between 2 and 4? ആരെ പറഞ്ഞു തരേണ്ടതെന്ന് മിസ് വിളിക്കാം. Which number comes in between 2 and 4? 2, 4 കണ്ടോ നിങ്ങളെ? 2 കണ്ടോ? 4 കണ്ടോ? കണ്ടോ? Between number ഏതാ? What comes in between 2 and 4?
വിദ്യുത്തിനെ നേരത്തെ മിസ് വിളിക്കുന്നുണ്ട്, കിട്ടിയില്ല. വിദ്യുത്, ടെൽ മീ. Very good. Number 3 comes between 2 and 4. Big clap all of you. Okay. Next question. What comes in between 8 and 10? What comes between 8 and 10? ഏതായിരിക്കും മക്കളെ? ജസ്റ്റ് കാണിച്ചു തരാം. What comes between 8 and 10? 8-ന്റെയും 9-ന്റെയും 8-ന്റെയും 10-ന്റെയും ഇടയിലുള്ള നമ്പർ, ബിറ്റ്വീൻ നമ്പർ ഏതാണെന്നാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ആദിഷ്, പറഞ്ഞു കൊടുക്കണ്ട, ആരും പറഞ്ഞു കൊടുക്കണ്ട. മിസ് പറയുന്നത് മനസ്സിലാക്കി പഠിച്ചിട്ട് മതി ഇനി അങ്ങോട്ട് മിസ് ക്ലാസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വരെ മിസ് ഇത് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആർക്കൊക്കെ ആൻസർ കിട്ടി? കിട്ടിയിട്ടുണ്ട്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പറിന്റെ ഇടയിലുള്ള നമ്പറിനെയാണ് ബിറ്റ്വീൻ നമ്പർ എന്ന് പറയാം. ഓക്കെ, അതാണ് മിസ് എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം പഠിച്ചു? ആഫ്റ്റർ നമ്പർ, ബിഫോർ നമ്പർ, ബിറ്റ്വീൻ നമ്പർ. ക്ലിയർ? ആഫ്റ്റർ നമ്പർ, ബിഫോർ നമ്പർ, between number. Okay, take your textbook all of you, page number 67. അവിടെ കുറേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങളെ? കണ്ടോ? ഇത് കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങളെ? ഓക്കെ, അതിന്റെ ആൻസർ മിസ് ഇപ്പോ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ നിങ്ങൾ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാ? മിസ്സിന് അയച്ചു തരാം. മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരാം. എത്ര ആര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഒരു ഹെൽപ്പും വേണ്ട, പാരന്റ്സ് ഹെൽപ്പ് ചെയ്യണ്ട. അവർക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മിസ് മനസ്സിലാക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റിന്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. 2 comes before 3. 2-ന് ശേഷം വരുന്ന നമ്പർ ഏതാ? സോറി, 2 comes before 3, മുന്നേ വരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡാഷ് comes before 6. ഏതോ ഒരു നമ്പറിന് ശേഷം 6 ആണ് വരുന്നത്. അതിന്റെ ആൻസർ എഴുതാം. സെക്കൻഡ് വൺ, അവിടെ ഒരു പിങ്ക് കോളം തന്നിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ആൻസർ എഴുതാം. ഡാഷ് comes before 6. Dash comes before 6. ആഫ്റ്ററും ബിഫോറും നന്നായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പത്തിന്റെ ആൻസർ 2-ന് ശേഷം വരുന്നത് ഏതാണ്? 2-ന് മുന്നേ എഴുതിയോ മക്കളെ? ഇവിടെ കൊടുത്തത് ഫസ്റ്റ് 1, 3ക്ക് മുന്നേ വരുന്നത് 2 ആണ് അല്ലെ? ഇതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡാഷ് കംസ് ബിഫോർ 6, അതായത് 6-ന് മുന്നേ വരുന്ന ഒരു